പിന്നെ പുള്ളിക്ക് സിനിമയ്ക്കൊന്ന് പോകണം, സെക്കൻഡ് ഷോയ്ക്ക് പോകണമെന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിൽ വന്നിരുന്നു. ഞങ്ങൾ ഒരു 6 പേരുണ്ടിക്കുക ആ കാറുന്നതാ സെക്കൻഡ് ഷോയ്ക്ക് പോയിട്ട് തിരിച്ചുടനെ വണ്ടി ഏൽപ്പിച്ചേക്കാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ നിസ്സാര പരിചയത്തിൻ്റെ പേര് എങ്ങനെയാണ് കാറ് തന്നു വിടുന്നത്? അവനും പറഞ്ഞു ഇല്ലിക്ക ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല, ഇരിക്കാൻ വേണ്ടി എൻ്റെ വീട്ടിൽ എൻ്റെ ചേട്ടനെ വിളിച്ച് സംസാരിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടനുമായിട്ട് ഞാൻ ഫോണിൽ കൂടെ സംസാരിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു അവൻ വണ്ടിയൊക്കെ ഓടിക്കുന്നതിന് അവൻ ലൈസൻസൊക്കെ ഉണ്ട്, ഒക്കെ ഒന്ന് കൊടുത്തു വിടും. എത്ര പേര്? ആലപ്പുഴ കളർകോട് 5 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ദാരുണാന്ത്യത്തിന് കാരണമായ വാഹനം ഷെവർലെ തവേര. 7 സീറ്റുള്ള വാഹനത്തിൽ 11 പേർ സഞ്ചരിച്ചു എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. ആ വാഹനത്തിന്റെ ഉടമ ഷാമിൽ ഖാൻ എന്നോടൊപ്പമുണ്ട്. ശരിക്കും നിങ്ങളാണോ ഇതിന്റെ ഓണർ? ഓണർ ഞാൻ തന്നെയാണ്. എന്തായിരുന്നു അവർ റെന്റിനെടുത്തതാ? റെന്റെടുത്തതല്ല, പുള്ളി ഞാനുമായിട്ടൊരു 1-1.5 മാസത്തെ പരിചയമുണ്ട്. ആ പരിചയം വെച്ച് എൻ്റെ ഇത് വണ്ടി, എനിക്ക് ചെറിയ സെക്കൻഡ് വണ്ടി യൂസ്ഡ് 2 വീലറിൻ്റെ ബിസിനസ്സുണ്ട്. അപ്പോൾ എന്നോട് 2 വീലർ 1-2 ഇടക്ക് വിലക്ക് വേണമെന്ന് പറഞ്ഞ് എന്നെ പലതവണ സമീപിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇന്ന് മൊത്തം റെഡ് അലർട്ടായിട്ട് അവധിയായതിൻ്റെ പേര് പിന്നെ പുള്ളിക്ക് സിനിമയ്ക്കൊന്ന് പോകണം, സെക്കൻഡ് ഷോയ്ക്ക് പോകണമെന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിൽ വന്നിരുന്നു. ഞങ്ങൾ ഒരു 6 പേരുണ്ടിക്കുക ആ കാറുന്നതാ സെക്കൻഡ് ഷോയ്ക്ക് പോയിട്ട് തിരിച്ചുടനെ വണ്ടി ഏൽപ്പിച്ചേക്കാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ നിസ്സാര പരിചയത്തിൻ്റെ പേര് എങ്ങനെയാണ് കാറ് തന്നു വിടുന്നത്? അവനും പറഞ്ഞു ഇല്ലിക്ക ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല, ഇരിക്കാൻ വേണ്ടി എൻ്റെ വീട്ടിൽ എൻ്റെ ചേട്ടനെ വിളിച്ച് സംസാരിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടനുമായിട്ട് ഞാൻ ഫോണിൽ കൂടെ സംസാരിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു അവൻ വണ്ടിയൊക്കെ ഓടിക്കുന്നതിന് അവൻ ലൈസൻസൊക്കെ ഉണ്ട്, ഒക്കെ ഒന്ന് കൊടുത്തു വിടും. എത്ര പേര് വാഹനത്തിൽ പോകുമെന്നാണ് നിങ്ങളോട് പറഞ്ഞത്? 6 പേര്. 6 പേര്, ഞങ്ങൾ 6 പേരുണ്ട്. അതുകൊണ്ടല്ലേ ഞങ്ങൾ ബൈക്കിൽ പോകാനായിരുന്നു. നല്ല മഴയുമായിരുന്നു. അങ്ങനെ എടുത്തുകൊണ്ട് പോയതാവുണ്ട്. അതിൽ മരണപ്പെട്ടു പോയ ജബ്ബാറുമായിട്ടായിരുന്നു നിങ്ങളുടെ സൗഹൃദം? അതെ, ജബ്ബാറുമായിട്ടായിരുന്നു സൗഹൃദം. ജബ്ബാറിന്റെ കൂടെ വേറെ 2 പേരും കൂടെ വന്നിരുന്നു വണ്ടി എടുക്കാനായിട്ട്. ഏതാണ്ട് 1.5 മാസമല്ലേ ആയുള്ളൂ ജബ്ബാർ ആലപ്പുഴയിൽ വന്നിട്ട്? എനിക്ക് ആ ഒരു പരിചയം 1.5 മാസത്തെ പരിചയം എനിക്കുള്ളൂ ജബ്ബാറുമായിട്ട്. എങ്ങനെയായിരുന്നു പരിചയം? ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വരും, നിങ്ങൾ അതിൽ വളരെ ദൂരെ താമസിക്കുന്നു. മെഡിക്കൽ കോളേജിന്റെ ബാക്കി ഒരു പായസ കച്ചവടമുണ്ട്. അപ്പോൾ അവിടെ ഞാൻ ഇടയ്ക്ക് പായസം കുടിക്കാനൊക്കെ ചെല്ലുമ്പോൾ അങ്ങനെ കണ്ടുള്ള പരിചയമായിരുന്നു. അങ്ങനെ സൗഹൃദമായി. അപ്പോൾ എനിക്കൊക്കെ ബിസിനസ് എന്താണെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞ വണ്ടി കച്ചവടമൊക്കെ ഉണ്ട്, അപ്പോൾ എനിക്കൊരു വണ്ടി വേണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഫോൺ നമ്പറൊക്കെ വേണ്ടി ഫോണിൽ കൂടെ ഒക്കെ സംസാരിക്കുമായിരുന്നു. നിങ്ങൾക്ക് വാഹനം റെന്റ് കൊടുക്കുന്ന ജോലിയില്ല, വണ്ടി പക്ഷേ കച്ചവടമുണ്ട്? വണ്ടി കച്ചവടമാണ്. അത് സെക്കൻഡ് വണ്ടി എടുത്ത് മറിച്ച് വിൽക്കലുണ്ട്. പിന്നെ വണ്ടി അത്യാവശ്യം മെക്കാനിക്കൽ പണിയൊക്കെ ചെയ്യും. പോലീസ് വിളിച്ചിരുന്നു ഇപ്പോൾ സ്റ്റേഷനിലേക്ക്? രാവിലെ ഒരു പോലീസ് സ്റ്റേഷനിലായിരുന്നു. 2 മണി വരെ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുമായിരുന്നു. വരുന്ന കോളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പോലീസ് എന്താ പറഞ്ഞത്? പോലീസ് ആർക്ക് കൊടുത്താണ് കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ കണക്ക് എന്നെ കൊണ്ട് ചോദിച്ചു കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അതുകൊണ്ട് ഇനി അത്യാവശ്യം വന്നാൽ വിളിപ്പിക്കാമെന്ന് പറഞ്ഞു. മോട്ടോർ വാഹന വകുപ്പ് വിളിച്ചിരുന്നു? വിളിച്ചിരുന്നു. അവർക്ക് ഞാനിതുപോലെ പറഞ്ഞു, അതുപോലെ എൻ്റെ സുഹൃത്തെ വണ്ടി എടുത്തുകൊണ്ട് പോയത്, അത്യാവശ്യമായിട്ടും മഴയൊക്കെ ആയതുകൊണ്ട് സിനിമയ്ക്ക് സെക്കൻഡ് ഷോയ്ക്ക് പോകാൻ വേണ്ടി എടുത്തുകൊണ്ട് പോയതാണ് എന്നൊക്കെ തന്നെ അവർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് കാലപ്പഴക്കം, ഇതിന് റെന്റേ കാർ ലൈസൻസ് ഇല്ല, ഇതിന് മറ്റു പെർമിറ്റുകളില്ല എന്നൊക്കെയാണ്. പക്ഷെ അങ്ങനെ എടുക്കേണ്ടതല്ല നിങ്ങളുടെ വണ്ടി എന്നാണോ? അങ്ങനെ എടുക്കേണ്ട അല്ലല്ലോ, കാര്യമില്ലല്ലോ. അതിൻ്റെ നമുക്ക് ആ റെന്റേ കാറിൻ്റെ പണി നമുക്കില്ലല്ലോ. അപ്പോൾ പിന്നെ ആ വകുപ്പ് പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഞാൻ ഉപയോഗിക്കാൻ വേണ്ടി ഒരു സെക്കൻഡ് വണ്ടി എടുത്തിട്ട് 1 വർഷം ആകുന്ന, 1 വർഷം ആയിട്ടില്ല സെക്കൻഡ് എടുത്തിട്ട്. ആരും വില പറയുകയാണെങ്കിൽ കൊടുക്കാമെന്ന് കൊടുത്തു. ഇപ്പം ആരും പേര് മാറാതെ ആരും വണ്ടി എടുത്തില്ല. അങ്ങനെ പേര് മാറിയ വണ്ടി വിൽക്കാൻ വേണ്ടി തന്നെ എടുത്ത വണ്ടിയാണ്. ആരെങ്കിലും വില പറയുകയാണെങ്കിൽ കൊടുക്കാമെന്നുള്ള രീതിയായിരുന്നു. വണ്ടി പോയി കണ്ടിരുന്നോ? ഇല്ല, കണ്ടില്ല. ഈ പിള്ളേരുടെ മുഖം മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. എൻ്റെ തകർന്ന് തരിപ്പണമായി കിടക്കാണ് വണ്ടി. പക്ഷേ ഈ പിള്ളേർ TV-യിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ? കണ്ടിട്ടുണ്ട്. അതെ. പിള്ളേരെ ഇപ്പോൾ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. അത് കാരണം ആ മനസ്സിൻ്റെ അത് എനിക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് വണ്ടി കാണാൻ പോലും ഞാൻ പോയിട്ടില്ല. പോലീസ് വിളിച്ചത് കാരണം മെഡിക്കൽ കോളേജിലേക്ക് പോകാനും കഴിഞ്ഞിട്ടില്ല? അതെ, പോലീസ് വിളിച്ച കാരണം മെഡിക്കൽ കോളേജിൽ ഞാൻ പോയിട്ടില്ല. അപ്പോൾ രാവിലെ അടിയനെ വിളിച്ചപ്പോൾ അടിയൻ പറഞ്ഞ് സിയ കൊണ്ടാണ് മെഡിക്കൽ കോളേജിലുണ്ട്, അത് കഴിയുമ്പോഴേ സ്റ്റേഷനോട്ട് വരത്തില്ലെന്ന് പറഞ്ഞു. അവർ വരാതെ ഞാൻ പോകണ്ടെന്ന് അവർ പോലീസുകാർ പറഞ്ഞു. സിയ വരാതെ പോകണ്ട.
കാറ് റെന്റിന് കൊടുക്കുന്ന ഒരു ശീലമില്ല, അതുകൊണ്ട് തന്നെ ഈ കാറ് റെന്റിന് കൊടുത്തതല്ല, അതുകൊണ്ട് റെന്റ് കാർ ലൈസൻസോ മറ്റു പെർമിറ്റുകളോ ഒന്നും തനിക്ക് എടുക്കേണ്ടതില്ല, സൗഹൃദത്തിന്റെ പേരിൽ കൊടുത്തതാണ്. 6 പേർ സഞ്ചരിക്കും എന്ന് പറഞ്ഞ വണ്ടിയിൽ 11 പേർ സഞ്ചരിച്ചതിന്റെ ഉത്തരവാദി താനല്ല. ഇക്കാര്യം പോലീസിനെയും അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഉച്ചവരെ പോലീസ് സ്റ്റേഷനിലായിരുന്നു. മടങ്ങി അദ്ദേഹം വീട്ടിലേക്കും എത്തിയിട്ടുണ്ട്. ഫൈസൽ നീർകുന്നത്തിനൊപ്പം യു ഷൈജു, മീഡിയ 1 ആലപ്പുഴ.